വീണ്ടും സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റുമായി അർജുനായങ്കി രംഗത്ത് വന്നു. എം.വി. ജയരാജനുള്ള മറുപടിയായാണ് ഈ പോസ്റ്റ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മറ്റെല്ലാവർക്കും തിരുത്താനും നവീകരിക്കാനും തിരിച്ചു വരാനുമുള്ള അവസരങ്ങളുണ്ട്. അർജുനായങ്കി ശത്രുക്കളെക്കാൾ വലിയ ശത്രുവാണ് എന്ന പോലെ എന്നെ വെടിവെച്ച് കൊന്നാൽ സന്തോഷമേയുള്ളൂ എന്ന് താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ എം.വി. ജയരാജൻ സഖാവിനോടാണ്. എനിക്ക് അയിത്തം കൽപ്പിക്കുന്നതിന് മുൻപ്, തള്ളിപ്പറയുന്നതിന് മുൻപ് ഞാൻ ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. 5 കിലോമീറ്റർ അപ്പുറത്തൊരു സഖാവിന് കുത്തേൽക്കുമ്പോൾ രക്തം തിളച്ച് തിരിച്ചടിക്കാൻ വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മറന്ന് തിരിച്ചടിച്ചതിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുമുണ്ട്. ഈ പാർട്ടിയുടെ പ്രതിസന്ധികളിലെല്ലാം പേനയുന്തിയതിനും പ്രതികരിച്ചതിനും കൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. മയിലൊരു സഖാക്കളെ ആക്രമിച്ചിരുന്ന കോൺഗ്രസ് ക്രിമിനലിന് പോലീസിന്റെ അടി കിട്ടിയപ്പോൾ അയാളെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിച്ചതിന്റെ 1% പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പിന്തുണ വേണ്ട, പിന്നിൽ നിന്ന് കുത്തരുത്. ഇങ്ങനെയാണ് ആയങ്കിയുടെ ആ പോസ്റ്റ്. അതേസമയം അർജുൻ ആയങ്കിയുടെ സഹായികൾക്ക് ജാമ്യം അനുവദിച്ച് കോടതി. ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്ത് 4 പ്രതികൾക്കാണ് കോടതി ജാമ്യം നൽകിയത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് 4-ാം കോടതിയാണ് ജാമ്യം നൽകിയത്. കോതമംഗലം കോടതി അവധിയായതിനെ തുടർന്ന് പ്രതികളെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അതേസമയം പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്കെതിരെ കടുത്ത നിലപാടുമായി CPM നേതാവ് എം.വി. ജയരാജൻ രംഗത്ത് വരികയായിരുന്നു. തൂഫാനെ പോലെ അർജുൻ ആയങ്കിയെ തൂക്കണമെന്നും എന്നാൽ തൂക്കിക്കൊല്ലരുതെന്നും പരിഹസിച്ച അദ്ദേഹം ഇതിനുള്ള ആർജവം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വെടിവെക്കണോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ. അർജുൻ വളർന്നത് കൊട്ടേഷൻ പാർട്ടിയിലാണെന്നും CPM-ൽ വ്യക്തമാക്കിയ എം.വി. ജയരാജൻ ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളുടെ പിന്തുണ CPM-ന് ആവശ്യമില്ലെന്നും പ്രതി പോലീസിനെ വെല്ലുവിളിച്ചു നടക്കുന്നത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം അർജുൻ ആയങ്കിയെ കുടുക്കാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആയങ്കി നിരന്തരം ബന്ധപ്പെടുന്നവരെയും സഹായികളെയും കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. കണ്ണൂർ വളപട്ടണത്ത് 7 പേരെ കരുതൽ തടങ്കലിലാക്കിയ പോലീസ് തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിലും നിരവധി പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആയങ്കി എടപ്പാളിലെ ആയുർവേദ ആശുപത്രിയിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് വല വീശുമ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി പോലീസിനെ വെല്ലുവിളിക്കുന്നതും പരിഹസിക്കുന്നതും ആയങ്കി തുടരുകയാണ്. എന്നാൽ റൌഡികൾ പലതും പറയുമെന്നും കാര്യങ്ങളെല്ലാം പോലീസ് നോക്കിക്കൊള്ളുമെന്നാണ് വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അതിനിടെ അർജുൻ ആയങ്കിയെ പോലുള്ളവരെ ഇന്നത്തെ നിലയിലാക്കിയതിന് ഉത്തരവാദി കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറിയാണെന്ന് ആരോപിച്ച് മുൻ CPM നേതാവ് മനു തോമസ് P. ജയരാജനെ ലക്ഷ്യമിട്ട് രംഗത്തെത്തുകയായിരുന്നു. എന്തായാലും അർജുൻ ആയങ്കിയെ തേടി പോലീസ് 4 പാടും പായുകയാണ്. ഇതിനിടയ്ക്ക് തന്നെയാണ് അർജുൻ ആയങ്കി പലതരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് രംഗത്ത് വന്നത്. ഒടുവിലാണ് എം.വി. ജയരാജനെതിരെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്തുണച്ചില്ലെങ്കിലും പുറകിൽ നിന്ന് കുത്തരുതെന്നാണ് അർജുൻ ആയങ്കി പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്.